കുഞ്ഞ് ബേബീസിന് ഫീഡ് ചെയ്യുന്ന എല്ലാ അമ്മമാർക്കും കൺഫ്യൂഷനാണ് ഏത് ബോട്ടിലാണ് വേണ്ടതെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ്. പലപ്പോഴും BPA ഫ്രീ ആണെന്ന് പറഞ്ഞാലും ഇത് തിളപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ഒരുപാട് കെമിക്കൽസ് കുട്ടികളെ വായിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഗ്ലാസ് ബോട്ടിലുകൾ വളരെ ഹെവിയാണ്, വീണാൽ പൊട്ടിപ്പോവും. പക്ഷേ ഇത് തിളപ്പിച്ചാലൊന്നും കുട്ടികൾക്ക് യാതൊരു കെമിക്കൽ എക്സ്പോഷറും ഇല്ല. ഇനി സ്റ്റീൽ ബോട്ടിലാണെങ്കിൽ ഇതാണ് ഞാൻ എല്ലാ രക്ഷിതാക്കൾക്കും റെക്കമെൻഡ് ചെയ്യാറ്. എങ്കിലും അകത്ത് പാലിനൊക്കെ കളർ വ്യത്യാസം വന്നോ, കുട്ടി എത്ര കുടിച്ചു, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കറിയാൻ പറ്റില്ല. ഇനി സിലിക്കോൺ ബോട്ടിൽ അവൈലബിൾ ആണ്. പ്ലാസ്റ്റിക് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി കെമിക്കൽ ഫ്രീ ആണ്. എന്നാലും നല്ലോണം തിളപ്പിക്കുന്ന സമയത്ത് കുട്ടികളുടെ വയറ്റിലേക്ക് കെമിക്കലൊക്കെ പോവാം. അതുപോലെ ഇത് കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. കഴിവതും നമ്മുടെ മക്കൾക്ക് ബോട്ടിൽ ഫീഡിങ് ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിൽ ഫീഡ് ചെയ്യുന്ന കുട്ടികളിൽ ഇടയ്ക്കിടയ്ക്ക് വയറിൽ ഇൻഫെക്ഷൻസ്, ചെവിയിൽ ഇൻഫെക്ഷൻ, അവരെ പല്ലൊക്കെ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇനി അഥവാ ബോട്ടിൽ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവർ BPA ഫ്രീ ആയിട്ടുള്ള ബോട്ടിൽ, ഗ്ലാസ് ബോട്ടിലോ സ്റ്റീൽ ബോട്ടിലോ ഉപയോഗിക്കുക. ഒരു വയസ്സാവുമ്പോൾ തന്നെ നമ്മളൊരു കപ്പ് ഫീഡിങ് അല്ലെങ്കിൽ ഒരു സിപ്പർ ബോട്ടിലേക്കൊക്കെ മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.